അല്ല മിനുവിന്റെ ഹസ്ബൻഡ് എവിടെ? ഞാൻ പറഞ്ഞു ഗൾഫിലാണ്. അപ്പൊ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, തന്നെ എങ്ങനെ ജീവിക്കും, വളരെ ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ എന്റെ ഡ്രൈവിംഗ് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോൾ അവിടെ ബ്രേക്ക് ഇട്ട് ചവിട്ടിയാലോ നിങ്ങൾ ഓർത്തുപോയി. കാരണം അതൊന്നും എന്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു രാജേട്ടാ, ഇപ്പോൾ ടെക്നോളജിയൊക്കെ വളരെ കൂടുതലായി. ഇപ്പം പണ്ടത്തെ കാലമല്ല ഇപ്പം എന്ന് വെച്ചാൽ ഗൾഫുകാരുടെ ഭാര്യമാരിങ്ങനെ ആർത്തി പൂണ്ടിരിക്കുന്നു, അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇന്ന് അവർക്ക് ടെക്നോളജിക്ക് പരമായിട്ടുള്ള വളരെ സംഭവങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരവരുടെ ഭർത്താക്കന്മാർ തന്നെ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നെ കൊണ്ട് പറയാം അതെന്താ, ഞാൻ പറഞ്ഞു അത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇനി വേറെ വല്ലവരോടും പോയി ചോദിക്കാം, എനിക്ക് ഇത്രയും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിർത്തി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഇത്ര സംഭവം ഉണ്ടായി. അതിനുശേഷം പിന്നെ ഡാത്തടിയ എന്ന സിനിമയിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാനും ഗായത്രിയായിരുന്നു ആ സിനിമയിൽ. അപ്പൊ അവിടെ വെച്ച് ഈ രാജു ചേട്ടന്റെ ഫ്ലാറ്റ് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലായിരുന്നു. എന്നിട്ട് ഞാൻ ഫോർട്ട് കൊച്ചിയിലായിരുന്നു എനിക്ക് ഹോട്ടലിൽ. അപ്പൊ പുള്ളി മനഃപൂർവ്വം അങ്ങോട്ട് റൂം എടുത്തു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മിനു എനിക്ക് വൈറ്റ് ഫോർട്ടിലായിരുന്നു എന്റെ റൂം, ഞാൻ മിനു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എന്താണ് റൂം എടുപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ ഇന്ന് വരും, മിനു ഡോർ തുറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ലൊക്കേഷനിൽ എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യത്തില്ലേ, അപ്പൊ ഞാൻ അതിലൊന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, ഞാൻ അങ്ങനെ പോകാറില്ല, എന്നിവരെ പോയിട്ടില്ല, പ്ലീസ് എന്ന് പറഞ്ഞു. അതിലില്ല അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇന്ന് വരും, മിനു കഥ തുറന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ പോയി. എന്നിട്ട് ഞാൻ പുള്ളി എന്നെ വിളിക്കുമല്ലോ എന്ന് പേടിച്ച് ഞാൻ എന്റെ ഫോൺ സൈലന്റ് ആക്കിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്ന് കൊട്ടി, ഞാൻ തുറന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ഫോൺ ഇല്ല റൂമിൽ, ലാൻഡ് ഫോൺ അതിന്റെ വയറും ഞാൻ ഊരിട്ടു. ഡോറിൽ മുട്ടിയ നടൻ, ഡോറിൽ മുട്ടി, അതെ. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷനിൽ ചെന്നപ്പോൾ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആഷിക് കപൂർ ആയിരുന്നു ഡയറക്ടർ, എന്ത് പരിപാടിയാണ് കണ്ടത്, ഞാൻ പറഞ്ഞില്ല ഞാൻ വരും എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഈ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോഴാണ് ഗായത്രി കൂടെ അഭിനയിച്ചിരുന്ന ഗായത്രി വെച്ച് എന്താ മിനു പ്രശ്നം. അപ്പൊ ഞാൻ ഉള്ള കാര്യം ഗായത്രിയോട് പറഞ്ഞു.